കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി ചീഫായ രാജാ റിസ്വാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പടി ഇറങ്ങിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. 5 വർഷത്തോളം ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി ചീഫായിട്ട് സേവനമനുഷ്ഠിച്ച ശേഷം അഭിമാനത്തോടെയാണ് ആൾ ബ്ലാസ്റ്റേഴ്സിന്റെ പടി ഇറങ്ങുന്നതെന്ന്. ഇനി ആൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റർ ആരാണ്, ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പുള്ളിയെ സൈൻ ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല. പുള്ളി പുതുതായിട്ട് ജോലി തേടാൻ പോകുന്നത് വേറെ എവിടെയല്ല, പഞ്ചാബ് എഫ്സിയിലാണ്. ഐ ലീഗ് ചാമ്പ്യന്മാരായ ശേഷം മെറിറ്റിൽ ഓൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശനം നേടിയ പഞ്ചാബ് എഫ്സിയുടെ ഫസ്റ്റ് ടീം ഓപ്പറേഷൻസിന്റെ ഡെപ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ അക്കാദമി ചീഫായിരുന്ന ഒരാൾ നേരെ പോയി ഫസ്റ്റ് ടീമിന്റെ, അവരുടെ മെയിൻ ടീമിന്റെ ഓപ്പറേഷൻസിന്റെ ഡെപ്യൂട്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ട് കുറച്ചുകൂടി ഉയർന്ന മേഖലകളിലേക്ക് പോകുന്ന രാജാ റിസ്വാന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുക. എന്നാൽ അപ്പുറത്തേക്ക് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ല. നേരത്തെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഇപ്പൊ ആശങ്കയാണ്. നേരത്തെ ഒരു ഉത്സുകത, ജിജ്ഞാസയൊക്കെ ആയിരുന്നു. ഇപ്പം പേടിയും ഭയമൊക്കെയാണ്. എന്തുമായിരിക്കും നമുക്ക് നമ്മൾ അവൈലബിൾ അല്ലാത്ത സമയത്തായിരിക്കും അനൗൺസ്മെന്റ് വരുന്നത്. അങ്ങനെ വന്നാൽ അതിനെക്കാട്ടും നിരാശയായിരിക്കും. ബട്ട് ആസ് ഫാർ ആസ് ഏർലി ആസ് പോസിബിൾ ആ അനൗൺസ്മെന്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വിടായിരുന്നു.